നിങ്ങളും മറ്റേ തിയേറ്ററിൽ റിവ്യൂ ചെയ്യുന്ന ആളാണ്. അഭിനയിച്ചോ? അവരെ കുറ്റം പറയണ അതിനെക്കാട്ടും കൂടുതൽ ഇവരെയൊക്കെയല്ലേ കുറ്റം പറയേണ്ടത്? അവർക്ക് റീച്ച് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത് 10 പേര് ഇപ്പൊ അവന്റെ വീഡിയോ ഇടുന്നു, ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കുന്നില്ലെങ്കിൽ അവര് പുറകെ പോകും ഇല്ല. അപ്പം അവരെക്കാട്ടും കൂടുതൽ ഇങ്ങനെ വൈറലാക്കിക്കൊണ്ടിരിക്കുന്ന പ്രേക്ഷകരാണ്. അവരിങ്ങനെ കണ്ടോണ്ടിരിക്കുന്നതോറും ഇവരിങ്ങനെ എടുത്തോണ്ടിരിക്കും. അവരൊക്കെ മനുഷ്യരല്ലേ? എല്ലാരും കൂടെ അല്ലേ അവനെ ഒരു കോമാളി വേഷം കിട്ടി. അപ്പൊ എല്ലാരും കൂടെ ഇങ്ങനെ കെട്ടിക്കാൻ നിൽക്കുമ്പോ അവൻ കെട്ടുന്നു അല്ലേ? അവൻ നോർമലി ജനിച്ചു വളർന്ന ആളല്ലേ. അപ്പൊ മീഡിയക്കാർ അവനെ പൊതിയുന്നു, മീഡിയക്കാർ അങ്ങനെ ചെയ്യാൻ പറയുന്നു. അനുമോൾ അവിടെ ഉള്ളിടത്തോളം കാലം ഫുഡ് എല്ലാവർക്കും നന്നായിട്ട് കിട്ടുമെന്ന് തോന്നുന്നുണ്ട്. അമ്മ എന്തൊരു ചീവിടാ പെങ്കൊച്ച്, ചെവി തന്നെ കേൾക്കാൻ പറ്റത്തില്ല. നമ്മള് കണ്ടോണ്ടിരിക്കുമ്പോ ഓളിയും കുറച്ച് വെച്ചിട്ടാണ് കാണേണ്ടത്. ഫ്രണ്ട് സർക്കിളിൽ കൂടുതലും പേര് പറയുന്നത് വേണ്ട, ഉള്ള വില പോവും, അവിടെ അതിനുള്ളിൽ പോയി കഴിഞ്ഞാൽ. പ്രത്യേകിച്ച് എനിക്കൊന്നും ക്യാമറയൊന്നും നോക്കി ജീവിക്കാൻ പറ്റുന്ന ഒരാളല്ല. അങ്ങനെ ജീവിച്ചിട്ടുമില്ല. അയ്യോ ക്യാമറ ഉണ്ട് എന്നാ പിന്നെ പെട്ടെന്ന് അങ്ങനെ നിനക്കൊന്നും പറ്റത്തില്ല. ഇല്ല, ഇതുവരെ കണ്ട എപ്പിസോഡിൽ വെച്ചിട്ട് ഇത്രയും വലിയൊരു വിഷം, ഇത്രയും വേസ്റ്റ് കണ്ടസ്റ്റന്റ് വേറൊരാളുണ്ട് തോന്നണില്ല. കാരണം എനിക്ക് രേണുസുതിയൊന്നും വേസ്റ്റ് അങ്ങനെ ഒരു ഫീലില്ല. കാരണം പുള്ളിക്കാരിയെ കൊണ്ട് പറ്റുന്നില്ല, അല്ലെങ്കിൽ ആപ്റ്റല്ല, അല്ല മെന്റലി ഫിസിക്കലി പുള്ളിക്കാരി ഹെൽത്ത് വൈസും ഒക്കെ പുള്ളിക്കാരി അത് കഴിയുന്നില്ല. പുള്ളിക്കാരിയുടെ ഒരു ആഗ്രഹം അവിടെ എത്തണമെന്നുള്ളത് എത്തി. പക്ഷെ അതുപോലെയല്ല ഈ മസ്താനിയൊന്നും എനിക്ക് അങ്ങനെയല്ല തോന്നുന്നത്. ഒരു ബിഗ് ബോസിന് പറ്റിയ ഒരാളെ അല്ലാന്ന് മാത്രമല്ല, ഒരാഴ്ച പോലും നിൽക്കാൻ ഒരു യോഗ്യത എനിക്ക് ഫീൽ ചെയ്യുന്നില്ല മസ്താനിക്ക്. അതല്ലേ ഞാൻ പറയാം, എന്നെ ശരിക്കും അറിയാത്തോണ്ടാണ്. ചുമ്മാ കടന്നിട്ട് വെറുതെ കിടന്ന് ബഹളം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. എന്നാരെങ്കിലും ചൊറിഞ്ഞാൽ ഞാൻ കയറി മാന്തും, മാത്രമേ ഉള്ളൂ. അല്ല ചുമ്മാ ഇരിക്കുന്ന ആൾക്കാരെ പോയിട്ട് വെറുതെ നമ്മൾ കിടന്ന് ബഹളം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഒരു സ്റ്റാൻഡേർഡിൽ സംസാരിക്കുന്നവരെ മതി എന്ന് പറയുന്നുണ്ട്. അപ്പൊ സീരിയൽ അമ്മായിയാണ് അനുമോള് നല്ലപ്പോ പറഞ്ഞില്ല. അമ്മായിയാണ് എന്തിനാണ് വെറുതെ കോൺട്രവേഴ്സി ഉണ്ടാക്കണ വാ തുറന്നിട്ട്? ചിരിച്ചോണ്ടിരിക്കണ മുഖത്തിനെ വേറെ രീതിയിലാക്കണോ? ഈ സ്വഭാവം മാത്രമല്ല ഉള്ളത്. സീരിയൽ അമ്മായിമാർക്ക് എന്തിന് ഞാനൊരു കണ്ടന്റ് ഇട്ട് കൊടുക്കുന്നു? വെറുതെ എന്റെ നെഞ്ചത്ത് കയറാൻ ഇന്ന് വ്യക്തമായിട്ട് പറഞ്ഞു, വെറുതെ ഇതാക്കരുത്. ഇന്റർവ്യൂ കഴിഞ്ഞു, പക്ഷെ എനിക്ക് എന്താണ് വയലൻസ് കുറവെന്ന് അവർ പറഞ്ഞത്. വയലൻസ് കുറവ്, പിന്നെ എന്താ സംസാരത്തിൽ ഭയങ്കര സ്റ്റാൻഡേർഡാണ്. അതിൽ പറഞ്ഞ ആരാണ്? പ്രവീൺ ചേട്ടൻ. അതിലൊരു പ്രവീൺ എന്ന് പറഞ്ഞ പുള്ളി പറഞ്ഞതാണ്. എന്റെ കഴിഞ്ഞ സീസൺ ലാസ്റ്റ് സീസണിൽ ആ ഇന്റർവ്യൂ കഴിഞ്ഞ ആ സമയത്താണ്. അതിന് മുമ്പത്തെ സീസണിൽ എന്റെ മോളുടെ സർജറി ഉണ്ടായിരുന്നു, അതങ്ങനെ പോയി. കഴിഞ്ഞ സീസണിലാണെന്നുണ്ടെങ്കിലും ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് വെച്ചാൽ അതേ പുള്ളിക്കായിരുന്നു. അപ്പൊ ഒരു ഫോട്ടോ എടുത്തില്ല. ആ ഫോട്ടോ ഞാൻ 1-2 പുള്ളി അയച്ചെന്നല്ല കണ്ടില്ല. അതിനുശേഷം നമ്മളുടെ പ്രിയപ്പെട്ട ചാനലുകാർ ഫോട്ടോ എടുക്കുന്നതല്ലേ എത്രത്തോളം സൂം ചെയ്ത് ഞാൻ തന്നെ വിചാരിച്ചു എനിക്ക് ഇത്രയൊക്കെ ഈ അവയവങ്ങൾക്കൊക്കെ എത്രയുണ്ടോ. സിലിക്കോൺ പാഡ് വയ്ക്കുന്നവർക്ക് പോലും ഇതിന്റെ പകുതി സൂം ചെയ്തിട്ട് ജില്ലാബീകം ബുള്ളറ്റ് ലോകം മുഴുവൻ പിന്നീട് നേരെ വിളിച്ചപ്പോഴത്തേക്കും ലിങ്കോട് രേണുസുതി ബിഗ് ബോസ് ഉണ്ടായിരുന്നു. നമ്മൾ പുറത്തുനിന്ന് കാണുന്നു, രേണുസുതി അതിനുള്ളിൽ ഇരുന്ന് കാണുന്നു. രേണുസുതി ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷെ എനിക്കാണ് അതിനെക്കാട്ടിയും ബെറ്റർ ആയിട്ട് ബിൻസിയും ശാരികയൊക്കെ ഭയങ്കരമായിട്ട് പുള്ളിക്കാരി അതിനുള്ളിൽ ഒരു ദിവസമെങ്കിലും കയറണം എന്ന് പറഞ്ഞു പോയ ഒരാൾ എന്നുള്ള രീതിയിലും കൂടെ പറഞ്ഞപ്പോഴത്തേക്കും നല്ലൊരു കണ്ടസ്റ്റന്റ് ഒരു സ്പേസ് വേസ്റ്റ് ആക്കി എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ.